ശബരിമലയിലെ നെയ്ക്രമക്കേടിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ സുനിൽ കുമാർ പോറ്റി റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. പ്രതിയെ കൊല്ലം ജില്ലാ ജയിലിലേക്ക് മാറ്റി. സിജോ വിജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി? ഈ ശബരിമലയിലെ നെയ്ക്കൊള്ളയിൽ ആദ്യത്തെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാള് ചാലിയക്കര ഭദ്രകാളി ക്ഷേത്രത്തിലെ മുൻ ശാന്തിയും അതോടൊപ്പം തന്നെ ഈ നെയ് വിൽപ്പനയ്ക്ക് ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിൽ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോകുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ സാധിക്കും, അവരുടെ പങ്ക് സംബന്ധിച്ച വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളൊരു കണക്കൂട്ടലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഈ ശബരിമലയിൽ നിന്ന് നെയ്യ് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെ 33 പേരെയാണ് പ്രതി ചേർത്തിരുന്നത്. സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്.